ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു സിഖ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വകാര്യ ഭൂമി തിരികെ നൽകുമെന്ന് താലിബാന്റെ പുതിയൊരു അറിയിപ്പുണ്ടായിട്ടുണ്ട്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഇതിന് പിന്നിലുള്ള ഗൂഢതന്ത്രം എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം പറഞ്ഞിരിക്കുന്നത് താലിബാൻ ആയതുകൊണ്ട് തന്നെ അതിനെ ഗൂഢതന്ത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ത്യയുമായി ഇടപഴകാനുള്ള കൂടുതൽ ശ്രമത്തിലാണ് ഇപ്പോൾ താലിബാൻ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അധികാരികൾ സ്വകാര്യ ഭൂമി ഹിന്ദു സിഖ് ന്യൂനപക്ഷങ്ങൾക്ക് തിരികെ നൽകാനുള്ള മുൻകൈകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതൊരു പോസിറ്റീവായിട്ടുള്ള സൂചനയാണോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം? താലിബാൻ മറ്റൊരു രാജ്യത്തോടും ഇത്തരത്തിൽ അനുകമ്പ കാണിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം കാണാതെ താലിബാൻ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ആവശ്യം ഉന്നയിക്കില്ല. എന്തായാലും ഇന്ത്യ ഇതിന് ഒരു തീരുമാനം പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്ത്യ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് തീരുമാനിക്കാം എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ചാടിക്കേറി ഒരു സമ്മതം ഇന്ത്യ കൊടുത്തിട്ടൊന്നുമില്ല. താലിബാൻ പോലുള്ള സംഘടന, അതും അഫ്ഗാനിസ്ഥാനെ നിശ്ചലമാക്കി പൂർണ്ണമായും അവരുടെ അധീനതയിൽ കൊണ്ടുവന്ന ഒരു സംഘടന, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പോലും വിലക്ക് നൽകി പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന തീവ്ര ഇസ്ലാമിക സംഘടനയായ താലിബാൻ പോലുള്ള തീവ്രവാദി സംഘടനയുടെ ഇപ്പോഴുള്ള ഈ ഒരു തീരുമാനം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ. ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം താലിബാൻ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഈ താലിബാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയിൽ ചരിത്രപരമായ പങ്കുവഹിച്ച ഹിന്ദു സിഖ് കുടുംബങ്ങളുടെ തിരിച്ചുവരവ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് താലിബാൻ സംഘടന ഒരു കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. പണ്ടുകാലത്ത് ഭരണപ്രഭുക്കൾ തട്ടിയെടുത്ത എല്ലാ സ്വത്തുക്കളും അവരുടെ ഉടമസ്ഥകാർക്ക് തിരികെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെന്നാണ് അവർ പറയുന്നത്. അതുപോലെ 2021 ഓഗസ്റ്റിൽ താലിബാൻ രാജ്യം പിരിച്ചുവിട്ട അഫ്ഗാനിസ്ഥാനിലെ പാർലമെന്റ് അംഗമായിട്ടുള്ള നരേന്ദ്ര സിംഗ് ഖൽസയുടെ സമീപകാലത്തുള്ള തിരിച്ചുവരവ് നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് താലിബാൻ ഇത് ശ്രദ്ധ ആകർഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനെ തുടർന്നുള്ള തീരുമാനമാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ അഫ്ഗാനിസ്ഥാന്റെ ചരിത്രത്തിനുടനീളം ഹിന്ദു സിഖ് സമുദായങ്ങൾ ഉണ്ടായിരുന്നു. ഇവര് അവിടുത്തെ ജനസംഖ്യയുടെ ഏകദേശം 1% വരികയുള്ളൂ. 1970-80 കാലഘട്ടത്തിൽ രാഷ്ട്രീയ കോലാഹലങ്ങളും അതുപോലെ തന്നെ സോവിയറ്റ് അധിനിവേശവും അഫ്ഗാനിസ്ഥാൻ പിടിച്ചു കുലുക്കിയപ്പോൾ ഈ രണ്ട് മതത്തിനും സ്ഥാനചലനം സംഭവിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ താലിബാന്റെ ഇങ്ങനെയൊരു നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ ഇന്ത്യയുടെ സഹായം ഇപ്പോൾ വേണം. കാരണം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ നല്ല സ്വരത്തിലല്ല. കഴിഞ്ഞ ദിവസം അഫ്ഗാൻ പ്രദേശത്തിനുള്ളിൽ പാകിസ്ഥാൻ ജെറ്റുകൾ 2 വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 8 പേരവിടെ കൊല്ലപ്പെട്ടു. അതുപോലെ താലിബാനും പാകിസ്ഥാന് നേരെ കനത്ത തിരിച്ചടി നൽകിയിട്ടുമുണ്ട്. ഈ പാകിസ്ഥാനിൽ അടുത്തിടെ നടന്ന നിരവധി തീവ്രവാദ ആക്രമണങ്ങൾക്കും ഉത്തരവാദികൾ ആരാണെന്നതിനെ ചൊല്ലിയിട്ട് വ്യാപകമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഉന്നയിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആക്രമണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അഫ്ഗാനിസ്ഥാൻ മണ്ണിൽ നിന്നുമാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ അവകാശവാദം പൂർണ്ണമായിട്ടും താലിബാൻ നിഷേധിച്ചിരിക്കുകയായിരുന്നു. ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങൾ തമ്മിലും ആക്രമണങ്ങൾ നടക്കുന്നത്. പാകിസ്ഥാനെ പ്രതിരോധിക്കണമെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള രാജ്യം കൂടെ ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് താലിബാൻ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിന് ഒരുങ്ങുന്നത്. ഇനി ഇത് ഇന്ത്യ അംഗീകരിച്ചില്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വിള്ളൽ വീഴുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും താലിബാന്റെ ഈ ഒരു നീക്കം ഇന്ത്യ വളരെ സൂക്ഷ്മതയോടെ കൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്.